കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാം നിരന്തരം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും. ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവുമായുള്ള ബന്ധം ഉറപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവിടുന്ന് വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. കർത്താവിന്റെ അതിർത്ത് നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഫലരഹിതമായി പോകാതെ ആ വചനം അതിന്റെ ഉദ്ദേശം നിറവേറ്റുന്നത് പോലെ നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ വചനത്തെ അയച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും അവിടുന്ന് നമ്മെ വീണ്ടെടുക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നാം അയക്കുന്ന വചനത്തിൽ സംശയിക്കാതെ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ആ വചനത്തെ അയച്ചു പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ലഭിക്കേണ്ടതിന്, സൗഖ്യം ലഭിക്കേണ്ടതിന്, ഏതു കാര്യമാണോ നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കേണ്ടത്, ആ ഉദ്ദേശം ആ വചനം നമുക്ക് വേണ്ടി നേടിത്തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. മരിച്ച് ഉത്ഥാനം ചെയ്ത് ശാപപാപ ബന്ധനങ്ങളുടെ മേൽ വിജയം വരിച്ച നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പറയാം, ഞാൻ അതുകൊണ്ട് വീഴുകില്ല, ഞാൻ തകരുകയുമില്ല. എൻ്റെ യേശു എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. യൂദാ ഗോത്രത്തിന്റെ സിംഹം, ഇസ്രായേലിന്റെ ജയവീരൻ, നമ്മുടെ കർത്താവായ യേശു മഹത്വത്തിന്റെ രാജാവ്. അവിടുന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് വിശ്വാസത്തോടുകൂടി അവിടത്തോട് ചേർന്ന് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം. സൈന്യങ്ങളിൽ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. ആമേൻ. സൈന്യങ്ങളിൽ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീ. അതുകൊണ്ട് ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ആമേൻ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായ
സേനാനായകനായൻ കൂടെയുണ്ട്, ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഇന്ന് വിശ്വാസത്തോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ മുമ്പിലുള്ള ജെറിക്കോ മതിലുകൾ ഇടിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മെ തകർക്കുവാൻ കടന്നു വരുന്ന സാത്താന്റെ കോട്ടകൾ തകരുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തോടെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. യെരിഹോ മതിലുകൾ ഇടിയുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു. ഹല്ലേലൂയ. യെരിഹോ മതിലുകൾ ഇടിയുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു. ജയത്തിന്റെ പാട്ടുകൾ പാടിടും ഞാൻ, ആമേൻ. ജയഘോഷമുയർത്തി സ്തുതിച്ചിടുമേ. ഓ യേശു. ജയത്തിന്റെ പാട്ടുകൾ പാടിടും ഞാൻ, ജയഘോഷമുയർത്തി സ്തുതിച്ചിടുമേ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ആമേൻ. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. നമ്മെ രക്ഷിക്കുന്ന കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. അവിടുത്തെ നാമത്തിൽ നമുക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയുണ്ട്. പോർക്കളത്തിൽ ഞാൻ പൊരുതിടുമേ, ശത്രുപാളയത്തിൽ കയറിടുമേ. ഹല്ലേലൂയ. പോർക്കളത്തിൽ ഞാൻ പൊരുതിടുമേ, ശത്രുപാളയത്തിൽ കയറിടുമേ. പ്രാർത്ഥനയാലെ ആരാധനയാലെ യേശുവിൻ നാമത്തിൽ ഞാൻ ജയം നേടിയിടും. ആമേൻ. പ്രാർത്ഥനയാലെ ആരാധനയാലെ യേശുവിൻ നാമത്തിൽ ഞാൻ ജയം നേടിയിടും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. തീച്ചൂളയിൽ നാം അകപ്പെട്ടാലും, നമുക്കെതിരെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, നാലാമനായി ഇറങ്ങി വരുന്ന ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ സഹായിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. തീച്ചുളയിൽ എന്നെ എറിഞ്ഞാലും, 7 മടങ്ങ് തീ വർദ്ധിച്ചെന്നാലും. തീച്ചുളയിൽ എന്നെ എറിഞ്ഞാലും, 7 മടങ്ങ് തീ വർദ്ധിച്ചെന്നാലും, നാലാമനായി എനിക്കായി ഇറങ്ങി വരും. എനിക്കൊരു കേടും വരികയില്ല. ഹല്ലേലൂയ. നാലാമനായി എനിക്കായി ഇറങ്ങി വരും. എനിക്കൊരു കേടും വരികയില്ല. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ആമേൻ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ ഓ യേശുവേ. സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല. ഇന്ന് ദൈവമായ കർത്താവ്
സകല അനർത്ഥങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.